ഹായ് ഓൾ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഇഫക്റ്റീവായിട്ട് ലോങ് ടൈം എങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. കുറേ പേരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് ഉള്ള ആ ഒരു കോൺസെൻട്രേഷനോട് കൂടിയുള്ള നല്ല ആ ഫുൾ ജോഷിലുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് എങ്ങനെയാക്കാം, കുറച്ചുകൂടി കൂടുതൽ നേരം എങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ടിപ്സ് തരും. നിങ്ങളിത് പറ്റുന്നതെല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഡെഫിനറ്റായിട്ടും നമുക്ക് അത് ആ ഒരു ഫൈനൽ ഗോളിലേക്ക് പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡിസ്ട്രാക്ഷൻ തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൊബൈൽ ഫോൺ പഠിക്കുന്ന സമയത്ത് എടുത്ത് മാറ്റി വെച്ചേക്കുക. ആ സമയത്ത് നമുക്കതൊന്നും വേണ്ട. ഫുൾ ഫോക്കസ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഫുൾ ഫോക്കസ് അതിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, അതിന് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്യാം. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം നിങ്ങൾക്ക് പറ്റുന്ന സമയം 2 hours ആണെന്ന് വിചാരിക്കുക, വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ. അപ്പോൾ ആ 2 hours ടൈമർ സെറ്റ് ചെയ്യാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് ചിലപ്പം ഡിസ്ട്രാക്ഷൻ വരും, വേറെ എന്തെങ്കിലുമൊക്കെ തോട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടൈമർ അങ്ങോട്ട് പോസ് ചെയ്യുക. കാരണം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന 2 മണിക്കൂറാണല്ലോ. ആ 2 മണിക്കൂർ പഠിത്തത്തിന് വേണ്ടിയിട്ട് മാത്രം അലേർട്ട് ചെയ്തേക്കുന്ന സമയമാണ്. അപ്പോൾ എപ്പോൾ വേറെ തോട്ട് വന്നോ അപ്പോൾ അത് പോസ് ചെയ്യുന്നു. തിരിച്ച് നമുക്ക് സ്റ്റഡീസിലേക്ക് തിരിച്ച് നമ്മുടെ തോട്ട് വരുമ്പോഴത്തേക്കും അതങ്ങോട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. പിന്നെ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഫുൾ കോൺസെൻട്രേഷനോട് കൂടിയാണ് എനിക്ക് പഠിക്കേണ്ടത്. എൻ്റെ ആ ഷോർട്ട് ടേം ഗോൾ ഉണ്ടല്ലോ, ആ ഗോളിലേക്ക് എനിക്ക് എത്തിച്ചേരണം എന്നുള്ളത് നമ്മുടെ മനസ്സിനോട് തന്നെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും പഠിക്കാൻ തുടങ്ങുക. പിന്നെ ഉള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിച്ച് മടുത്തു, ബോറടിച്ചു എന്ന് വിചാരിക്കുക. എന്താ ചെയ്യേണ്ടത്? അവിടെ നിർത്തുക, പഠിത്തം നിർത്തുക. ജസ്റ്റ് ഗോ ഫോർ എ ലോങ് വാക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ എ ഷോർട്ട് വാക്ക്. ടേക്ക് സം ഫ്രഷ് എയർ. ഒന്ന് സ്വയം ഡിസ്ട്രാക്റ്റ് ചെയ്തിട്ട് പിന്നെയും തിരിച്ചു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മൈൻഡ് നല്ല റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ നേരം കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്, ഈ ലോങ് ടൈം കോൺസെൻട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കുള്ള ഗോൾ, അതാണ് ഈ ഷോർട്ട് ടൈം ഗോൾ എന്ന് പറയുന്നത്. ആ ഷോർട്ട് ടൈം ഗോൾസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്ര വരെ പഠിക്കും, ഇന്ന് ഇത്ര സമയമായിരിക്കും ഞാൻ പഠിക്കുന്നത്. ഇന്നത്തെ ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയല്ലേ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാം. പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ അതങ്ങ് പഠിച്ചേക്കുക. എന്താണ് വേറെ ഒന്നും നോക്കണ്ട, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഉടനെ പഠിക്കാൻ അങ്ങ് തുടങ്ങിയേക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന് ശേഷം ചെയ്യുക. അപ്പോൾ നല്ല ഇഫക്റ്റീവായിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പല്ല് തേക്കുന്ന കാര്യമില്ലേ, പല്ല് തേക്കുന്ന പരിപാടി എന്താണ്? ഹാബിറ്റാണ് അല്ലേ. അപ്പോൾ ഈ ഹാബിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കാനൊരു മടിയും തോന്നാറില്ല, അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് പല്ല് തേക്കാനൊന്നും ഒരു മടിയും തോന്നാറില്ല. അതായത് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ ചെയ്തോളും. അപ്പോൾ പഠിത്തവും അതുപോലെ നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കുക. അത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു കുറവ് തോന്നുമല്ലോ. ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ അതല്ല, നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്താണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ബേർഡനായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ബേർഡനായിട്ട് ഫീൽ ചെയ്യിക്കാതെ അത് ഹാബിറ്റ് ആക്കുക. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത്ര നേരം പഠിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇത്ര നേരം പഠിക്കുന്നു, അതിനെ ശീലമാക്കുക. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് തരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ സമയം മാറ്റി വയ്ക്കുക. പഠിക്കുന്ന സമയം പഠിത്തത്തിന് വേണ്ടിയിട്ട് മാത്രം, അതേപോലെ നമ്മുടെ എൻജോയ്മെൻറ്റിൻ്റെ സമയം എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം. അത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞാനിത് ചെയ്യും, എനിക്കിത് ചെയ്യണം, ഇത്ര സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഷോർട്ട് ടൈം ഗോൾ മാത്രമല്ല കേട്ടോ, നമുക്ക് എപ്പോഴും ലോങ് ടൈം ഗോളും വേണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ഇന്ന എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, നീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ JEE ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ
കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോങ് ടേം ഗോൾ എപ്പോഴും മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രസ് റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ടോപ്പിക്ക്, ഈ സബ്ജക്റ്റ് ഇത്രയും പഠിച്ചു തീർക്കും എന്നുള്ളൊരു ടൈം ടേബിൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും ക്രോസ് ചെക്ക് ചെയ്യുക. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ, ഞാൻ എവിടെയാണ് ലാഗ് ചെയ്യുന്നത്, ഇത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഫ്ലോസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ലാഗ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അടുത്ത ദിവസം പോലെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഫൈൻ. പിന്നെയുള്ള അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യാണ്ടിരിക്കരുത്. ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. പക്ഷേ ഇഷ്ടമുള്ള കാര്യം എനിക്ക് ആദ്യമേ എൻ്റെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുക. നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓക്കെ എനിക്ക് ജിമ്മിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോണിൽ സംസാരിക്കണം, എനിക്ക് വീട്ടുകാരോട് സംസാരിക്കണം, അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരുവാണെന്നുണ്ടെങ്കിൽ സ്വയം പറയുക, ഓക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന സമയമാണല്ലോ വെച്ചേക്കുന്നത്, ആ സമയത്ത് ഞാൻ പോയി അത് ചെയ്തോളൂ എന്നുള്ള കാര്യം നമ്മൾ സ്വയം അങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റഡീസ് അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റ് അത് എപ്പോഴും ഒരേപോലെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണെന്നുണ്ടെങ്കിലും ബോറടിയാണ്. അപ്പോൾ 2 ദിവസം ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കസേര ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ പൊസിഷൻ മാറ്റുക. അതേപോലെ ഏതാണോ ഇഫക്റ്റീവായിട്ട് ഏറ്റവും നന്നായിട്ട് ലൈറ്റിംഗ് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലിരുന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് ഇറ്റ് മേക്സ് ബിഗ് ഡിഫറൻസസ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നല്ല ഒരു ലൈറ്റിംഗ് നമ്മുടെ റൂമിന് അല്ലെങ്കിൽ ആ സ്റ്റഡി എൻവറോൺമെൻറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു 2 ദിവസം കൂടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴത്തേക്കും എൻവിറോൺമെൻറ്റ് മാറ്റുക. ഇപ്പം നമുക്ക് അത്ര ഒന്നുമുള്ള ഓപ്പർച്യൂണിറ്റി ഓപ്ഷൻസ് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ലൈബ്രറി പോവോ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിയിൽ പോവോ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ ടേബിളിൻ്റെയും ടേബിളിൻ്റെയും ചെയറിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെ മാറ്റുമോ, അങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുക. പിന്നെ ചെറിയ ചെറിയ യാത്രകൾ അത് പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോങ് ട്രിപ്പ് തന്നെ പോവുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ട്രിപ്പിൻ്റെ ആവശ്യമില്ല, സ്മോൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൗൺ വരെ പോയിട്ട് തിരിച്ചു വന്നാലും മതി. നമ്മളെ റിഫ്രഷ് ചെയ്യിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് സ്റ്റഡിങ്. പാസീവ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യം പഠിക്കുന്നതിന്. ആക്റ്റീവ് സ്റ്റഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ച കാര്യത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യുക, ഈ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് സ്റ്റഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാസീവ് സ്റ്റഡിങ് ചെയ്യുക, പിന്നെ നമ്മൾ ആക്റ്റീവ് സ്റ്റഡിങ് ചെയ്യുക. അപ്പോൾ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ടൈമിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മടുത്തു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ പഠിക്കാനുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് വച്ചേക്കുന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബി വിത്ത് യുവർ ഫ്രണ്ട്സ്, ഗോ ആൻഡ് സ്റ്റഡി വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ അവരെ പഠിപ്പിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഈ ചെറിയ ടിപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം കുറച്ച് ഡിസ്ട്രാക്ഷനോടുകൂടി നല്ല ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.